ശ്രീനേട്ടാ നമസ്തേ. നമസ്തേ ചേച്ചി. നമസ്തേ. എന്നാണ്ട് വിശേഷം? മഴയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? മഴ എത്തും മുൻപേ എന്തെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചാലോ? നോക്കാം. ഞാൻ എന്റെ പ്രേക്ഷകരോട് എന്നാ പറഞ്ഞതെന്നറിയോ ശ്രീനേട്ടന്? ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ശ്രീനേട്ടനോട് വർത്താനം പറയാൻ പറ്റി, പ്രേക്ഷകരുടെ ഇടയിൽ ഒരു എന്താ പറയാ സ്ഥാനം നേടാൻ പറ്റി, അവരുടെ ഒരു ഇഷ്ടം നേടാൻ പറ്റിയത് ശ്രീനേട്ടൻ എന്ന് പറഞ്ഞൊരൊറ്റ വ്യക്തി കാരണം. എന്താ അറിയോ, എനിക്കൊരു സിനിമ എഴുതി തന്നില്ലേ മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞിട്ട്, അതിനകത്തെ ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം നിശ്ചയല്ലേ ഞാനത് ചെയ്തത്. പക്ഷെ എന്ത് നല്ല ക്യാരക്ടർ ആയിരുന്നു അറിയാം ശ്രീനേട്ടാ. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടോ ശ്രീനേട്ടൻ? പ്രായം കഴിഞ്ഞു പോയി തോന്നുന്നു. ആര് പറഞ്ഞു ശ്രീനേട്ടാ? ആര് പറഞ്ഞു? എനിക്ക് കുറച്ച് അവസ്ഥയുണ്ട്. ഒന്നുമില്ല, അത് ശ്രീനേട്ടന് തോന്നുന്നല്ലേ. ചില അസുഖങ്ങള് ഇപ്പൊ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക. അത് സാരമില്ല, ചേച്ചി ഹെൽപ്പ് ചെയ്യും. ശ്രീനേട്ടന്റെ കഴിവ് കളയരുത് ശ്രീനേട്ടനെ പോലെ കഴിവ് ആർക്കാ ഉള്ളത്? പറ്റോ? ഇല്ലല്ലോ. ശ്രീനേട്ടൻ എഴുതാൻ പറ്റും. ഹ്യൂമർ സെൻസ് എന്ത് നല്ല ആയിട്ടുള്ള ഒരാളാന്നറിയോ. പിന്നെ ശ്രീനേട്ടന് വയ്യ എന്ന് പറഞ്ഞ് ശ്രീനേട്ടൻ ഇരിക്കേ വേണ്ട. അതുകൊണ്ട് ശ്രീനേട്ടൻ എഴുതാം. പക്ഷെ ഷാജി കൈലാസിന്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കുന്ന ഉറപ്പ്. പിന്നെന്ത്, അത് ഞാൻ പറയണ്ടല്ലോ. ശ്രീനേട്ടൻ വിളിച്ചിട്ട് ഷാജി ഞാൻ അഭിനയിക്കണു എന്ന് പറഞ്ഞാ പോരെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പണ്ട്. അതെ. അപ്പൊ ഞാൻ ഇപ്പൊ പോകുമ്പോ ഞാൻ പറയട്ടെ അദ്ദേഹത്തോട്. ഞാൻ പറഞ്ഞു ഷാജി കൂടുതലും ഈ ആക്ഷൻ സിനിമയാണ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജിമ്മിലൊക്കെ പോയി കുറെ ആക്ഷനൊക്കെ പഠിച്ച് ചെയ്യാം. കുംഫു അതൊക്കെ പഠിച്ച്. അപ്പൊ ഉറപ്പിച്ചോ? ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്ത് കുംഫു എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏട്ടനോട് പറയാം. പക്ഷെ ശരിയുടെ ചെയ്യണം. അപ്പൊ പിന്നെ ഉറപ്പിച്ച്. അപ്പൊ അടുത്ത പടത്തിലാണ്. വാക്ക് പറഞ്ഞ വാക്കാണ്. ഓക്കെ. ആക്ച്വലി ശ്രീനേട്ടന് എപ്പോഴും ചുറ്റും ആൾക്കാരും ഒക്കെ ആയിട്ട് ഇരിക്കാനാണോ ചേച്ചി ഏറ്റവും ഇഷ്ടം? സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും അല്ലാതെ? സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഒറ്റക്കല്ലേ ഇരിക്കുക. അല്ല, ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സറൗണ്ടിങ്സ് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയും ഉണ്ടാവും, ഒറ്റക്കും ഉണ്ടാവും. ഒറ്റക്കിരിക്കാനും എല്ലാം ഇഷ്ടം. ഒറ്റക്കിരിക്കുമ്പോ ഈ സ്ക്രിപ്റ്റ് ആലോചന എപ്പോഴും ആണാ. അത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ ഇപ്പൊ പുതിയ സ്ക്രിപ്റ്റിന് വല്ല ആലോചിക്കുന്നുണ്ടോ? കഥകളൊക്കെ ആലോചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ചിലത് പാതി വഴിക്ക് ഉപേക്ഷിക്കും, പിന്നെ പുതിയത് ആലോചിക്കും. അങ്ങനെ ശരിക്കുള്ള റൂട്ട് ശരിയായിട്ടില്ല. നല്ലൊരു ഡീപ് ഫാമിലി മൂവിന്റെ സ്ക്രിപ്റ്റ് എഴുതി ശ്രീനേട്ടാ. അത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇതിനേട്ടന് സ്ക്രിപ്റ്റ് ആലോചന ഉള്ള സമയത്ത് സ്മോക്ക് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്യുമ്പം ആലോചന കുറയും. അത് ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഇപ്പം പിന്നെ ഇതൊന്നും ചെയ്തിട്ടല്ലോ. പക്ഷെ അതൊരു ശീലമായപ്പോ അതെന്ത് പോയപ്പോ അതുകൊണ്ടാണ് ആലോചന വരുമ്പം ഇങ്ങനെ. അതിന് സെക്കൻഡ് ഓപ്ഷൻ എന്നതേലും കാണാൻ പറ്റത്തില്ലേ ശ്രീനേട്ടാ? എന്ന് പറഞ്ഞാല് ശ്രീനേട്ടന്റെ കഴിവ് കളയുമ്പോ ഞങ്ങള് പ്രേക്ഷകർക്ക് എന്നാ വിഷമാന്നറിയാവോ? ശ്രീനേട്ടന്റെ ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഒക്കെ പ്രേക്ഷകർ എത്ര നാളായിട്ട് വെയിറ്റിംഗാ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാ. കാര്യം പ്രേക്ഷകർ വെയിറ്റിംഗ് ആണേ ശ്രീനേട്ടാ.